അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും തുടക്കത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ കൊട്ടാരക്കരയിൽ UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് എന്റെ പേരൊക്കെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഞാൻ UDFുമായിട്ട് ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിലാണത്. അപ്പൊ ഞാൻ ആക്ച്വലി ആ സീറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം സ്വതന്ത്രനായി മത്സരിക്കണമെന്നൊരു ആഗ്രഹമായിട്ട് നിന്ന ഒരാളാണ്. അപ്പൊ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള എന്റെ ഒരു ആഗ്രഹത്തെ ആക്ച്വലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാബു ജേക്കബ് പോരുന്നു. അതിന് മുൻപ് തന്നെ NDAയുടെ കുറെ ഏജൻസികൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. പൈസ തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ എല്ലാവരെയും പുച്ഛിച്ച് തള്ളിക്കളയുകയാണ് ചെയ്തത്. പിന്നീട് എന്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു സ്വതന്ത്രമായിട്ട് മത്സരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാബു ജേക്കബ് വരുന്നതും. കൊട്ടാരക്കര സീറ്റ് ഡൽഹിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഉറപ്പ് നൽകാമെങ്കിൽ, കാര്യം 2020 അവിടെ ആളില്ല. 2020 സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത് അവർക്കൊരു സീറ്റ് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് അവർ ഉറപ്പ് മേടിച്ചു തരാം. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും കൺഫർമേഷൻ പറയുന്നു. അങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ 2020 ചേരാൻ തീരുമാനമെടുക്കുന്നത്. കാര്യം എന്നെ സംബന്ധിച്ച് ഒരു സ്വതന്ത്ര ഇമേജിൽ തന്നെ എന്റെ നാട്ടിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക. പക്ഷെ അതിനുശേഷം സംഭവിച്ചത്, രശ്മി പിന്നീട് വരുന്നു. ഈ പിന്നീട് രശ്മി വന്നതാണോ വരുത്തിച്ചതാണോ എന്നതുപോലും എനിക്ക് പിന്നീട് സംശയമുണ്ട്. എന്തായാലും കൊട്ടാരക്കര സീറ്റിലേക്ക് രശ്മി വരുന്നു. രശ്മിക്ക് ആ സീറ്റ് അവർ നൽകുന്നു. പിന്നീട് ഞാൻ പറയുന്നു ശരി, ഞാൻ മാറി നിൽക്കാം. അപ്പം പറയുന്നു, അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞില്ല അഖിൽ മാറണ്ട, നമുക്ക് തൃപ്പൂണിത്തറ സീറ്റിലേക്ക് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ച വരുന്നു. അപ്പൊ തൃപ്പൂണിത്തറ സീറ്റ് ആ സമയത്ത് 2020 കൊടുക്കാൻ BJPക്ക് താല്പര്യമില്ല. കാര്യം അവരുടെ നഗരസഭ അവർക്ക് ഭരണമുള്ള സ്ഥലമാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് എന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം ആദ്യം ഇത് മറന്നുപോയി എന്നാണ് പറയുന്നത്. അതായത് അഖിൽ പത്തനാപുരത്താണെന്നാണ് ഞങ്ങൾ കരുതിയത്. മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പൊ അദ്ദേഹം എന്നോട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് RSS നേതാക്കന്മാരെയും ഞാൻ പോയി കണ്ടു. ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ രീതിയിൽ നമ്മളെ സാബു ജേക്കബ് കുടുക്കിയതാണ്. അതായത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെയും സാന്നിധ്യത്തിൽ അഖിലിനെ നമ്മൾ പത്രസമ്മേളനം ചെയ്ത് കൊട്ടാരക്കരയിലേക്ക് അനൗൺസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് എന്നെ 2020 ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഞാൻ 2020 ചേർന്നു എന്ന് പറഞ്ഞ ഒരു വാർത്ത അങ്ങ് കൊടുത്തു. അതോടുകൂടിയിട്ട് ഞാൻ സ്റ്റക്കായി പോയി. കാരണം മണ്ഡലമോ കാര്യങ്ങളോ ഒന്നും പറയാതെ ഞാൻ 2020 ചേർന്നു എന്നൊരു വാർത്ത കൊടുക്കുകയും, സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ഉറപ്പ് നൽകിയതല്ലേ. എനിക്ക് എല്ലാ വാട്സപ്പ് ചാറ്റുകളും കിടപ്പുണ്ട്. ആ ഉറപ്പ് നൽകുന്നതും ഞാൻ സംശയം പറയുന്നതും പിന്നീട് വീണ്ടും ഉറപ്പ് നൽകുന്നതും ഇതെല്ലാം കഴിഞ്ഞ് തൃപ്പൂണിത്തറ സീറ്റ് 2020 കൊടുക്കുന്നു. തൃപ്പൂണിത്തറ സീറ്റ് 2020 കൊടുക്കുന്ന സമയത്തും സംഘത്തിന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഞാനാണ് 2020 സ്ഥാനാർത്ഥി എന്നുള്ളതാണ് എല്ലാവരുടെ ചർച്ചകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ എന്നെ തൃക്കാക്കരയിൽ ബുദ്ധിപരമായി അനൗൺസ് ചെയ്യിച്ചതിന് ശേഷം അതിനുശേഷമാണ് അഞ്ജലി എടുത്ത് സംസാരിക്കുന്നത്. അഞ്ജലി ആകെ പറഞ്ഞിരുന്നത് സ്വന്തം നാടാണ് തൃപ്പൂണിത്തറ, അവിടെ മത്സരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ശരിക്കും മാരാര് കഴിഞ്ഞ ദിവസം നമ്മുടെ 2020 BJPക്ക് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് 2020 നിന്നും രാജിവെച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എൻ്റെ നാട്ടുകാരനാണ് ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഓക്കെ, ഇവിടെ ഇലക്ഷന് നിന്നാൽ പോലും 8 നില പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. എനിക്കറിയാം ഏത് ലെവല് പോയാൽ ഏത് അങ്ങേയറ്റം വരെ പോകുന്നു. 8 നില പൊട്ടും. ഈ ബിഗ് ബോസിൽ വന്ന് കാട്ടിക്കൂട്ടി വെച്ചേക്കുന്ന കോപ്രായങ്ങളൊന്നുമല്ല ശരിക്കും ഈ മാരാര്. മനസ്സിലായോ? ശരിക്കും ഈ അഖിൽ മാരാര് അതൊന്നുമല്ല. ഈ കൊട്ടാരക്കരയിലുള്ള ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 70 പേർക്കും ഈ മാരാരെ ഇഷ്ടമായിരിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരാണെങ്കിൽ പോലും അങ്ങനെ ആയിരിക്കും പറയുന്നത്. മനസ്സിലായോ? അതിന് പിന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എന്തായാലും ഓന്തു മാറൂ ഇതുപോലെ. ഇപ്പൊ എത്ര പാർട്ടിയായി എൻ്റെ മാരാരെ? ഇതുവരെ ഇപ്പൊ എത്ര പാർട്ടി വരെ എത്തി? എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹത്തിന്റെ പ്ലാൻ നമ്മുടെ TVK ഉണ്ടല്ലോ, തമിഴ് വെട്രി കഴകം, അതിനി കേരളത്തിൽ കൊണ്ടുവച്ചൊന്ന് ക്ലച്ച് പിടിപ്പിക്കണം എന്നുള്ളൊരു മോഹം മാരാറിനുണ്ട്. അതിൽ മെയിനായിട്ട് നിന്ന് പതിയെ വളർന്ന് വരാമെന്നുള്ളൊരു മോഹമുണ്ടോ, അതോ ഇനി നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണോ നടത്താൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. എന്തായാലും ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിട്ടടിച്ചാണെങ്കിൽ പോലും ആ പോർഷ് ലൈഫാണ്. ഈ ഇലക്ഷൻ സമയത്താണെങ്കിൽ പോലും നമ്മളുടെ എന്താ പറയുക, നമ്മൾ ആസ്തി കാണിക്കണമല്ലോ. സോ 3 കോടി രൂപയാണ് ആസ്തി കാണിച്ചു വെച്ചിരിക്കുന്നത്. 3 കോടി ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വഴിയരികിൽ മാങ്ങാ കച്ചവടം, മലക്കറി കച്ചവടം, മറ്റേ കച്ചവടം ഇതെല്ലാം നടത്തിയ വ്യക്തിയാണ്. ആസ്തി 3 കോടി. ബിഗ് ബോസിൽ പോയി വന്ന്
ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ശരിക്കും. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങേരുടെ കഴിവുകൊണ്ടും അങ്ങേരുടെ വായ്ത്താളം കൊണ്ടും ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലപാടില്ലായ്മ, ശരിക്കും ഇപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം അദ്ദേഹത്തെ വിളിക്കുന്നത് നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിളിച്ച് കളിയാക്കി പരിഹസിച്ച് പുച്ഛിച്ച് പണ്ടാരവിടെ കെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മാരാരെ. നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടു നോക്കാം. പക്ഷേ ശരികൾ സംസാരിക്കുമ്പോൾ നമ്മളെ വർഗീയവാദിയാക്കുന്ന പരിപാടി, ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ടും ചെയ്യുന്നത്. ഞാൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. എൻ്റെ അടിസ്ഥാന രാഷ്ട്രീയത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയ്തികളെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഞാനൊരു വർഗീയവാദി അല്ല. എനിക്ക് അങ്ങനെ ഒരു ചാപ്പ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അടിച്ചു തിരിയാൻ വേണ്ട. പക്ഷേ 2020 ഞാൻ മത്സരിക്കുമ്പോൾ ഒരു സ്വതന്ത്രനാണ്, മതേതര മൂല്യമുള്ള ഒരാളാണ്. ഈ ബോധം എന്നിലുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്നൊക്കെ അങ്ങ് പറയുന്നത് അങ്ങ് നിർത്തുമാരാരെ. ഇവിടെ ഈ കൊട്ടാരക്കര നിന്ന സമയത്ത് താങ്കൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരിക്കാം. താങ്കൾ ഇതുവരെ എത്ര പാർട്ടി മാറി ചാടി ഈ കൊട്ടാരക്കരയിൽ? കുറേ നാൾ നമ്മുടെ MP ആയ കൊടിക്കുന്നിൽ സുരേഷ് സാറിൻ്റെ കൂടെ നടന്നല്ലോ. എന്തൊക്കെയോ ആകാം, എന്തൊക്കെയോ നേടാം എന്നുള്ള രീതിയിൽ. എന്തേലും പറ്റിയോ? ഇല്ല. അത് കഴിഞ്ഞ് സിനിമ പിടുത്തം എന്ന് പറഞ്ഞ് കുറേ നാൾ ഇറങ്ങിയല്ലോ. എന്തേലും നേടിയോ? ഒരു സിനിമ എടുത്തു, വലിയ ഹിറ്റോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, എങ്കിലും പോട്ടെ. നേടിയോ? ഇല്ല. അത് കഴിഞ്ഞ് ഏക പിടിവള്ളിയായിരുന്നു മലയാളത്തിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന വമ്പൻ റിയാലിറ്റി ഷോ. ഓക്കെ, അതിൽ കയറണമെങ്കിൽ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം. അന്ന് എന്തോ ഒരു വിവാദമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി അതിൽ കയറി പറ്റി. താങ്കളുടെ വായ്ത്തളവും താങ്കളുടെ കഴിവും കൊണ്ട് താങ്കൾ അതിൽ കപ്പടിച്ച് വിന്നറായി. ഓക്കെ, അതിൽ കപ്പടിച്ചതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇന്ന് ഈ 2020 വേണ്ടിയിട്ട് ഇലക്ഷന് നിൽക്കാൻ പോലും ഉള്ളൊരു രീതിയിലോട്ട് വന്നത്. അപ്പോൾ ഇതിലിനിയിപ്പോൾ താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്ന് കുറ്റപ്പെടുത്താം, കമ്മ്യൂണിസ്റ്റുകാർ വർഗീയവാദികളാണ്, അതാണ് ഇതാണെന്നൊക്കെ താങ്കൾ എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട്. ഇതൊന്നും ശരിയായിട്ടുള്ള രീതിയല്ല. താങ്കൾ എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഉറച്ചു നിന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സ്വന്തം നിലപാടിൽ എപ്പോഴെങ്കിലും താങ്കൾ ഉറച്ചു നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അടുത്തൊരു ക്ലിപ്പ് കാണാം. ചെയ്തതെന്താണ്? എന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പുള്ളി 2020 ചേർന്ന് ഞാൻ അനൗൺസ് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടുപോയില്ലേ. നമ്മൾ അതുവരെ സ്വതന്ത്രമായിട്ട് നിന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ട് വാർത്തകൾ മുഴുവൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനൊപ്പം സഞ്ചരിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് അവിടെ വന്നിരുന്ന് നിഷേധിക്കാൻ പറ്റൂ? ഒന്നും പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ തോക്കാൻ വേണ്ടി മത്സരിക്കാൻ പറ്റൂ? ഒരു ജയസാധ്യതയില്ലാത്തൊരു മണ്ഡലത്തിൽ നമ്മൾ മത്സരിക്കുമ്പോൾ പ്രവർത്തകർക്കെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവണ്ടേ? പ്രത്യേകിച്ച് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇവരെ കൊണ്ട് ചക്കയ്ക്ക് കുത്തണം. അപ്പം പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. ഓക്കെ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താങ്കളെ വിളിച്ചിരുത്തി അഖിൽമാരാരാണ് ഇപ്പോൾ 2020 മത്സരിക്കുന്നത്, ഓക്കെ എല്ലാവരും അഖിൽമാരാരിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ താങ്കളുടെ വായി നാക്കില്ലായിരുന്നു. ആ സമയത്ത് നാക്ക് കൊട്ടാരക്കര വെച്ചിട്ടാണോ താങ്കൾ ഈ എറണാകുളത്തേക്ക് വണ്ടി കയറിയത്? താങ്കൾക്ക് പറഞ്ഞുകൂടായിരുന്നു? എനിക്ക് പറ്റത്തില്ല, നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കണം മിസ്റ്റർ മാരാർ. താങ്കൾ എന്തുകൊണ്ടത് ചെയ്തില്ല? അവിടെ നിന്ന് കഴിഞ്ഞാൽ താങ്കൾക്ക് റീച്ച് കിട്ടും എന്നുള്ളൊരു ഹോപ്പ് താങ്കൾക്ക് ഉണ്ടായിരുന്നു. ജയിക്കത്തില്ലെന്ന് താങ്കൾക്ക് 100% അറിയാം. കാരണം അവിടെ നിന്ന് ഒരിക്കലും ജയിക്കാൻ പോകില്ല. ഓക്കെ, അപ്പോൾ പറ്റുന്നത്ര റീച്ച് കിട്ടട്ടെ, എന്തെങ്കിലും ഫണ്ട് കിട്ടുവാണെങ്കിൽ അത് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ താങ്കൾ നിന്നു. അതാണ് ശരി. അല്ലാതെ ഇപ്പം അതിൽ നിന്ന് ഇലക്ഷന് നിന്ന് എന്തായാലും അത്യാവശ്യം ഒരു ഫെയിം ഉണ്ടാക്കി എടുത്തില്ലേ മാരാരെ. പിന്നെ ഇനി ആ പാർട്ടിക്കാരെ കുറ്റം പറയേണ്ട കാര്യം എന്താണ്? ഇതിനാണ് ശരിക്കും നിങ്ങളുടെ നിലപാടോളി എന്ന് വരെ നിങ്ങളെ പ്രേക്ഷകർ ഒന്ന് കമൻസിൽ വിളിക്കാറുണ്ട്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ 70,000-75,000 ഫോളോവേഴ്സ് പോയെന്ന്. എങ്ങനെ പോകാതിരിക്കും? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അടുത്തൊരു വീഡിയോ ആണ്. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് എന്നിലുള്ള സത്യസന്ധത കണ്ടിട്ടാണ്. ആ സത്യസന്ധത ഞാൻ വെറുതെ കളഞ്ഞത്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും എന്താ BJP പോകാഞ്ഞത്? BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല. BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ ദേശീയ ബോധം എന്ന ആശയത്തിൽ പൂർണ്ണമായും എനിക്ക് ഉറച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യം എനിക്കൊരു ഇതര സമുദായത്തെയും വെറുപ്പിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല. ഇതര സമുദായമായാലും സത്യം എവിടെയാണോ അവർക്കൊപ്പം നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റും. ഞാൻ ശരിക്കും താങ്കൾ സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണല്ലോ. താങ്കൾ ഇതുവരെ കള്ളത്തരങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ നമ്മുടെ ശോഭ വിശ്വനാഥിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ശോഭ ചേച്ചി, ഞാൻ ശോഭ ചേച്ചി എന്നാണ് വിളിക്കുന്ന പോലും, എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബിഗ് ബോസിൽ നടക്കുന്ന ശരിക്കും നിങ്ങൾ കട്ട് ആൻഡ് എഡിറ്റ് വേർഷൻസ് ആണ് ശ്രീത്തെ കാണുന്നത്. നിങ്ങൾ അതാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. അതിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും സത്യമൊന്നുമല്ല. അതിൽ കുറച്ച് പേര് എന്നെ ടാർഗറ്റ് ചെയ്യാനുണ്ടായത്. അതായത് മാരാരടക്കമടങ്ങുന്ന കുറച്ച് ടീമുകൾ, അതിൽ ടീമുകളെ ഉണ്ടായിരുന്നല്ലോ, അവർ ടാർഗറ്റ് ചെയ്യാനുണ്ടായത്. അവർ വായി വരുന്നതെല്ലാം പറയും, വായി വരുന്നത് തെറി വിളിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ ബാധ്യസ്ഥയായിരുന്നു പുള്ളിക്കാരി എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ
എന്നിരുന്നാലും കൊള്ളാം. എന്നാലും മാരാരെ, ഇനിയെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ശ്രമിക്കും. സ്വന്തമായിട്ടൊരു നിലപാടിൽ. ഇപ്പോൾ താങ്കൾ ഈ രാഷ്ട്രീയത്തിൽ നിന്നും ഈ പിന്മാറിയിരിക്കുന്ന രീതി ഭയങ്കര മോശമാണ്. മാറിക്കോ. പക്ഷെ അത്രയും നാൾ തന്നെ നിന്ന് കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ തന്നെ വളർത്തി വലുതാക്കിയ ഒരു പ്രസ്ഥാനത്തെ അറഞ്ചം പൂറിഞ്ചം കുറ്റവും പറഞ്ഞ് തെറിയും വിളിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു രീതി, അതിനോട് ആണ് നമ്മുടെ ഈ ജനത ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നത്. താങ്കളുടെ കമൻറ്റ് സെക്ഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം. എത്ര പേര് താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് താങ്കൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. എത്ര ആളുകൾ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും താങ്കളെ സ്നേഹിക്കുന്നുണ്ടെന്നും താങ്കൾക്ക് മനസ്സിലാവും. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾ രാജിവെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് അടുത്ത പോസ്റ്റ് ഇട്ടല്ലോ, ഒരു വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ളത്. അത് ശരിക്കും ചെയ്തത് താങ്കൾക്കൊരു പോസിറ്റീവ് വശം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ? ആണ്. ഇതൊക്കെ നമുക്കറിയാം എൻ്റെ മാരാരെ. ഇത് ശരിക്കും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ല കഴിക്കുന്നത്. മനസ്സിലായോ? എന്തൊക്കെയായാലും താങ്കൾക്ക് നാക്കുണ്ട്, താങ്കൾക്ക് സംസാരിക്കാൻ കഴിവുണ്ട്. അത് വെച്ച് നല്ല വല്ല കാര്യങ്ങളും ചെയ്യാൻ നോക്ക്. ഓക്കെ, രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്തൊക്കെയോ മലമറിക്കുക എല്ലാവർക്കും അറിയാം. താങ്കൾ നിന്ന് എറണാകുളം ജില്ലയിൽ മാത്രമല്ല, താങ്കൾ ഇവിടെ വന്ന് കൊട്ടാരത്തിൽ നിന്നാൽ ഇവിടെ 8 നില പൊട്ടും. അത് 100% ഉറപ്പാണ്. സ്വന്തം നാട്ടിൽ നിന്ന് നാണം കെട്ടില്ലല്ലോ. സ്വന്തം നാട്ടിൽ നിന്ന് തോക്കുന്നതിന് അത്രയും വേറെ എങ്ങും നാറാനില്ല. അതുകൊണ്ട് അവിടെ പോയി നിന്ന് തോറ്റതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ വിചാരിക്കുക. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വർഗീയവാദികളാണ്, അതാണ് ഇതാണെന്നുള്ള പറച്ചിലങ്ങ് നിർത്തിയേക്ക് മാരാരെ. അതൊന്നും ശരിയായ പ്രസ്താവനകളോ ശരിയായ രീതികളോ അല്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും മാരാരുടെ ഈ പ്രസ്താവനയോടും മാരാരുടെ ഈ മാറ്റത്തോടും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്ക്, എല്ലാവരും അറിയട്ടെ മാരാരുടെ ലീലാവിലാസങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.